ഇന്ന് ഇടിച്ചക്ക തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഹാഫ് അന്നൊരു ദിവസം വെച്ചു. ഇന്ന് അതിൻ്റെ ഹാഫ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ കുക്കറിൽ വേവിച്ച ശേഷം മിക്സിയിൽ അടിച്ചപ്പോഴേക്കും ഇതുപോലെ ആയിപ്പോയി കേട്ടോ. ആകെ പിള്ളി ആയിപ്പോയി. ശരിക്കും നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി പോരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തത് അബദ്ധമായിപ്പോയി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. കുറച്ച് തേങ്ങ അധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കാമെന്ന്. ഞങ്ങൾ ഇതിന് മുന്നേ ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചീത്ത സ്മെല്ലുള്ള തേങ്ങയൊക്കെ ചിലപ്പോൾ നമ്മൾ വാങ്ങുമ്പോഴൊക്കെ ഉണ്ടാവാറില്ലേ. അപ്പോൾ ആ തേങ്ങയൊക്കെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയാൽ മതി, സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തോരനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു മുന്തിരി ജ്യൂസ് കേട്ടോ. മുന്തിരി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനം കേട്ടോ. പിന്നെ കുടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുടിക്കുകയാണ്. പിന്നെ ഇതാ നമ്മുടെ എണ്ണ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള എണ്ണയാട്ടോ ഇതായി ഇരിക്കുന്നത്. നല്ലൊരു മഞ്ഞ കളറാട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ആയപ്പോഴാട്ടോ ചോറൊക്കെ തിന്ന ശേഷം കുളിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മുടിയുടെ അവസ്ഥ കണ്ടില്ലേ, ഒട്ടും ഉള്ളില്ലാണ്ട് വെറുതെ നാര് പോലെ ഇരിക്കുക കേട്ടോ. മുടി ഒട്ടും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ എല്ലാവരും പറയും ഗർഭിണിയായിരിക്കുമ്പോൾ നമുക്ക് മുടി നന്നായിട്ടൊക്കെ വരുന്നു. പക്ഷേ എനിക്കതൊന്നും വന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ വൈകുന്നേരം കുളിയും കഴിഞ്ഞ് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ടോ. പഴംപൊരിയും ചായയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടായതുകൊണ്ട് തന്നെ വായ പൊള്ളി. ഞാൻ ഒറ്റയ്ക്കുള്ളൊരു ദിവസം കേട്ടോ. അപ്പം കുളി കഴിഞ്ഞ് കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് നടക്കും. ചെടികളെല്ലാം പോയിട്ടോ. ഇതെന്താ സംഭവം നിങ്ങൾക്കറിയോ? ചുണ്ടങ്ങിയാട്ടത്. പൂജയ്ക്ക് പുണ്യാഹത്തിന് എടുക്കുന്ന ചുണ്ടങ്ങിയാണത്. അങ്ങനെ കുറച്ച് നേരം മുറ്റത്തൊക്കെ നടന്നു. ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.